സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സുരാസുരാസേവിതപാദപങ്കജ കരേ വിരാജത്കമനീയപുസ്തക വിരിഞ്ച പത്നീ കമലാസനസ്ഥിത സരസ്വതീ നൃത്യതു വാചി മേ സദാ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധര സ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദാ യ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോച്ഛിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം. വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും എൻ്റെ വളരെ വിനീതമായ നമസ്കാരം. ആദ്യമായിട്ടാണ്, ഒരുപാട് കാലമായി ഈ ഒരു ആശ്രമത്തെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഒരു പക്ഷേ എനിക്കിവിടെ വരാനുള്ള നിയോഗം അതിന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ വാക്കുകളൊക്കെ ശരീരത്തോട് മാത്രം വന്ന് യോജിക്കുന്നവയാണ് എന്ന് എന്നെപ്പോലെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം സ്ഥിരമായി സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും, ഈ ലോകത്തിൽ നാം നേടുന്ന ഒരു സംഗതിയും മരണാന്തം അല്ലാതെ, മരണാന്തം പറഞ്ഞാൽ ശരീരം പോകുന്നത് വരെ അല്ലാതെ അതിന് യാതൊരു സുസ്ഥിരതയുമില്ല എന്ന്.
ഇത് അയവറക്കാൻ വേണ്ടി തന്നെയാണ് വീണ്ടും 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 ഭാഗവതം എന്ന് പറയുന്ന ഈ പുസ്തകം നമ്മൾ കയ്യിലെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ ഈ ഒരു കാര്യത്തിലേക്ക് എന്നെ വിളിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും, പ്രത്യേകിച്ച് വിജയകുമാര മേനോൻ സാർ അവർക്കും എൻ്റെ വളരെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ആചാര്യസ്വാമികളായിട്ടുള്ള ശ്രീ ഭൂമാനന്ദ സ്വാമിജിയുടെ പാദങ്ങളിൽ പ്രണാമം സമർപ്പിക്കുന്നു. അതോടൊപ്പം ഇങ്ങനെയൊരു മഹത്തായ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ലോകത്തിൻ്റെ ധാർമ്മികമായ സുസ്ഥിരതയെ നിലനിർത്തുന്ന ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ഇതിൻ്റെ പിന്നിലിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗം നേരത്തെ പറഞ്ഞ പോലെ വൃത്രാസുരനെ പേടിച്ചിട്ട് ദേവന്മാർ നടത്തുന്ന ഒരു സ്തുതി ആണ്. ഇതിൻ്റെ പിന്നിലുള്ള കഥ ഇത്രയും ഭാഗം ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണല്ലേ, ഇവിടെ വരെയുള്ള ഭാഗം പഠിച്ചിട്ടുള്ളതാണ് എന്ന് വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ഇന്ദ്രൻ സർവൈശ്വര്യ സമന്വിതനായിട്ട് ദേവനാണ് എങ്കിൽ പോലും സർവൈശ്വര്യ സമന്വിതനായിട്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ, പത്നിയോടൊപ്പം ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനെ ബഹുമാനിക്കാൻ പറ്റിയില്ല. നമുക്കൊക്കെ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. അതായത് സമൂഹത്തിലുള്ള നിലയും വിലയും ആഭിജാത്യവും പൈസയും പദവിയും ഇതൊക്കെ ഭ്രമിപ്പിക്കുന്ന ആളുകൾക്ക് എന്നും ഉള്ളത് ഒരേ കുഴപ്പമാണ്. അത് ദേവനായാലും. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ പറയുക, നിങ്ങളെപ്പോലെയുള്ളവർ ഒരുപാട് അയവിറക്കിയിട്ടുണ്ടാവാം അല്ലേ. എന്താണ്, നമ്മുടെ കഠോപനിഷത്തൊക്കെ വളരെ വ്യക്തമായിട്ട് പ്രസ്താവിക്കുന്നു, ദേവന്മാർ ആയതുകൊണ്ട് അവിടെ തന്നെ നിലനിൽക്കണം എന്നില്ല. എപ്പോൾ വേണമെങ്കിലും അവർക്ക് താഴോട്ട് വരാം. പക്ഷെ താഴോട്ട് വരാൻ പേടി. അപ്പോൾ ആ പദവി നിലനിർത്താൻ ഉള്ള തത്രപ്പാട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പല കഥകളിലും വായിച്ച് പരിചയിച്ചിട്ടുള്ളത്. ഏതായാലും സ്വന്തം ഗുരുനാഥനെ ബഹുമാനിക്കാൻ സാധിക്കില്ല ദേവേന്ദ്രന് എന്നുള്ളൊരവസ്ഥയിൽ ബൃഹസ്പതി, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതി ആ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും പിന്നീട്, അതായത് ഇവരെ ഇതുവരെ ദേവനായിട്ട് നിലനിർത്തിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ചാലകശക്തി എന്ന് പറയുന്നത് ഈ ഗുരു ആയിരുന്നു. അതായത് ഗുരുവാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത്. ഗുരു എന്ന് പറയുന്നത് ഈശ്വരൻ പോലെ, ഈശ്വരൻ അല്ലെങ്കിൽ അല്ലേ, ശിവേരുഷ്ടേ ഗുരുത്രാത ഗുരൗരുഷ്ടേ എന്ന കശ്ചന അല്ലേ, അങ്ങനെയല്ലേ. ശിവൻ കോപിച്ചാൽ പോലും ഗുരു നമ്മളെ രക്ഷപ്പെടുത്തും. പക്ഷെ ഗുരുനാഥൻ കോപിച്ചാൽ പിന്നെ ആരും രക്ഷപ്പെടുത്താനുണ്ടാവുകയില്ല എന്ന് പറയും. ഏതായാലും ഈ ഒരു ഗുരുനാഥൻ ഇറങ്ങിപ്പോയതോടുകൂടി തന്നെയല്ല, ശങ്കരാചാര്യരെ പോലെയുള്ളവർ നമ്മളെന്നും ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്, ശരീരം സ്വരൂപം തഥാവാ കളത്രം യശശ്ചാരുചിത്രം ധനം മേരുതുല്യം ഗുരോരംഘ്രി പത്മേ മനശ്ചേന്ന ലഗ്നം തതഃ കിം തതഃ കിം തതഃ കിം തതഃ കിം അല്ലേ. ശരീരം ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ, അതുപോലെ ഭാര്യ ഉണ്ട്, അല്ലെങ്കിൽ അല്ലേ യശസ്സുണ്ട്, പിന്നെന്താ ധനം ഉണ്ട്, മേരുതുല്യമായ ധനമുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ മനസ്സ് അർപ്പിക്കാത്ത ഒരു ശിഷ്യനെ സംബന്ധിച്ച് പിന്നെന്ത്, അയാൾ ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതുപോലെ ഇവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ട് ഇദ്ദേഹം ബ്രഹ്മാവിൻ്റെ അടുത്ത് ഓടി ചെന്ന് എന്താണ് കാരണം, ഇവരെ അസുരന്മാർ ആക്രമിക്കാൻ തുടങ്ങി. കാരണം മുൻപത്തെ പോലെയുള്ള സുസ്ഥിരത ഇല്ലാതെയായി, ആക്രമണം നേരിട്ട് തുടങ്ങി, മെല്ലെ 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 തൻ്റെ സ്ഥിതികളൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ ഈ ബ്രഹ്മാവിൻ്റെ അടുത്ത് ഗുരുവിനെ കാണാനായിട്ട് പോയി. പക്ഷേ ഗുരുവിനെ കാണാൻ പോയപ്പോൾ ഗുരുവിനെ കണ്ടെത്താനേ സാധിച്ചില്ല. അപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവ് ചോദിച്ചു,
ബ്രഹ്മാവ് വിശ്വരൂപൻ എന്ന് പറയുന്ന ഒരു, അതായത് ത്വഷ്ടാവിൻ്റെ പുത്രനായിട്ടുള്ള വിശ്വരൂപനെ സമീപിച്ച് തങ്ങളുടെ ഗുരുവാകാൻ അപേക്ഷിച്ചു. അദ്ദേഹത്തെ ഗുരുവായി വരിക്കാൻ ബ്രഹ്മാവ് ഉപദേശിച്ചു. അങ്ങനെ വിശ്വരൂപൻ്റെ അടുത്ത് ചെന്ന് അങ്ങ് ഞങ്ങളുടെ ഗുരുവാകണം എന്ന് അപേക്ഷിക്കുകയും വിശ്വരൂപൻ അത് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ വിശ്വരൂപൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, അത് വിശ്വരൂപൻ്റെ അമ്മ അസുരകുലത്തിൽ ജനിച്ച ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ വിശ്വരൂപൻ്റെ അമ്മ അസുരകുലത്തിൽ ജനിച്ച സ്ത്രീ ആയതുകൊണ്ട് നേരത്തെ, അതായത് മുൻപ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നാരായണ കവചം എന്ന മന്ത്രം ഉപദേശിച്ചിട്ടാണ് അല്ലേ വിശ്വരൂപൻ ഉപദേശിച്ചു കൊടുത്ത നാരായണ കവചം എന്ന മന്ത്രം ഉപദേശിച്ചുകൊണ്ട് ദേവന്മാർ വീണ്ടും സുസ്ഥിരത പ്രാപിക്കുകയും അതിനുശേഷം ഈ മന്ത്രത്തിൻ്റെ ശക്തി ദേവന്മാരെ അസുരന്മാരെ ജയിക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്തു. വിശ്വരൂപൻ്റെ അമ്മ അസുരകുല ജാതയായതുകൊണ്ട് ഈ യജ്ഞത്തിൻ്റെ അവസരത്തിൽ ഉണ്ടായിട്ടുള്ള യജ്ഞഭാഗത്തിൻ്റെ ഒരു അംശം ആരും അറിയാതെ വിശ്വരൂപൻ അസുരന്മാർക്ക് കുറച്ച് പങ്കുവെച്ചു കൊടുത്തു. അപ്പോൾ അതോടുകൂടി ഇന്ദ്രൻ അത് സഹിച്ചില്ല. അസുരന്മാർക്ക് പങ്കുവെച്ചു കൊടുത്തത് ഇന്ദ്രന് സഹിക്കാതെ ആയപ്പോൾ ഇന്ദ്രൻ നേരെ വിശ്വരൂപനെ, അതായത് ഗുരുവായി സ്വീകരിച്ച വിശ്വരൂപനെ വധിച്ചു. അതെ, നമ്മളിതൊക്കെ കേൾക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കറക്റ്റാണ് അല്ലേ? പഴയ കാലഘട്ടത്തിൽ ഇതിനൊക്കെ ഒരു സാമ്പിൾ ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വിശ്വരൂപനെ വധിച്ചു. വിശ്വരൂപനെ വധിച്ചപ്പോൾ അച്ഛനായ ത്വഷ്ടാവ് വളരെയധികം സങ്കടപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ദ്രനോട് തീരാത്ത പകയാണ്. ഇന്ദ്രനെ വധിക്കാൻ ആവശ്യമായ ഒരു പുത്രനെ ഉണ്ടാക്കിയെടുക്കണം എന്ന് വിചാരിച്ച് അദ്ദേഹം ത്വഷ്ടാവ് യാഗം ആരംഭിച്ചു. ഈ യാഗത്തിലും പറ്റിയിട്ടോ പിഴ. യാഗം ആരംഭിച്ച്, പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ? ഈ വൈദിക മന്ത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. വൈദിക മന്ത്രങ്ങൾ നമ്മൾ ആരുടെ അടുത്തെങ്കിലും ശരിക്ക് അറിയാവുന്ന ഒരാളുടെ അടുത്തുനിന്നല്ലാതെ അത് കേട്ട് പഠിക്കാനോ ഉച്ചരിക്കാനോ അതിൻ്റെ സംഗതികൾ അറിഞ്ഞുകൂടാതെ അത് പിന്തുടരാനോ പാടില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, വൈദിക മന്ത്രങ്ങൾക്ക് സ്വരമുണ്ട് അല്ലേ? ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഈ സ്വരത്തിന് പ്രത്യേകതകളുണ്ട്. അതായത് ഉദാഹരണമായിട്ട് ഇപ്പോൾ ത്വഷ്ടാവ് യാഗം തുടങ്ങി, എന്താ അദ്ദേഹത്തിൻ്റെ മന്ത്രം എന്നറിയോ? അതായത് 2 തരം യാഗങ്ങളുണ്ട്. പ്രകൃതി യാഗം, വികൃതി യാഗം എന്ന് പറയും. പ്രകൃതി യാഗം എന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ മന്ത്രങ്ങളും ഓൾറെഡി പറയപ്പെട്ടിട്ടുണ്ടാകും. വികൃതി യാഗം എന്ന് പറഞ്ഞാൽ പ്രകൃതി യാഗത്തിലെ മന്ത്രങ്ങൾ നോക്കി ഊഹിച്ചെടുക്കണം. അതിന് വ്യാകരണം അറിയണം, കുറേ സംഗതികൾ അറിഞ്ഞുകൊണ്ട് ഊഹിച്ചെടുത്തിട്ട് വേണം ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കാൻ. ഇങ്ങനെ യാഗം നടത്താൻ പുറപ്പെട്ട ത്വഷ്ടാവ് എന്ത് പറ്റിയെന്നറിയോ? അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് എന്താണ്? ഇന്ദ്രൻ്റെ ശത്രുവായിട്ടുള്ള ഒരു മകനാണ്. അപ്പോൾ ഇദ്ദേഹം ഇന്ദ്രശത്രോ വർദ്ധസ്വ, ഇതാണ് മന്ത്രം. ഇന്ദ്രശത്രോ വർദ്ധസ്വ. ഇതിന് 2 അർത്ഥങ്ങളുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇന്ദ്രശത്രോ വർദ്ധസ്വ എന്ന് വിചാരിച്ചോളൂ. അതായത് ഓകാരത്തിൻ്റെ മുകളിലാണ് സ്വരം എങ്കിൽ, ഇന്ദ്രശത്രോ എന്നുള്ള ഓകാരത്തിൻ്റെ മുകളിലാണ് സ്വരമെങ്കിൽ അത് തത്പുരുഷ സമാസമാവും. അതായത് ഇന്ദ്രസ്യ ശത്രുഹു എന്നർത്ഥം, ഇന്ദ്രൻ്റെ ശത്രു എന്നർത്ഥം. അതായത് ഇന്ദ്രശത്രോ എന്നുള്ളിടത്താണ് സ്വരമെങ്കിൽ ഇന്ദ്രൻ്റെ ശത്രുവായിട്ടുള്ള മകൻ ഉണ്ടാവട്ടെ എന്നർത്ഥം. നേരെ മറിച്ച് അവിടെ സ്വരം വരുന്നത് തൊട്ടും ആദ്യത്തെ പദത്തിലാന്ന് വിചാരിച്ചോളൂ. ഇന്ദ്രാശത്രോ വർദ്ധസ്വ എന്ന് വിചാരിച്ചോളൂ. അതായത് ആദ്യത്തെ പദത്തിലാണ് സ്വരം വരുന്നത് എങ്കിൽ ഇന്ദ്രൻ ശത്രുവായിട്ടുള്ളവൻ ആരോ അവൻ. ഇന്ദ്രഃ ശത്രുഹു യസ്യ സഹ ഇന്ദ്രശത്രുഹു. ഇന്ദ്രൻ ശത്രുവായിട്ടുള്ളവൻ ആരോ അവൻ ഉണ്ടാവട്ടെ എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ട് അർത്ഥവ്യത്യാസം? ആദ്യത്തേതിന് ഇന്ദ്രൻ്റെ ശത്രു എന്നർത്ഥം, രണ്ടാമത്തേതിന് ഇന്ദ്രൻ ശത്രുവായിട്ടുള്ളവൻ ആരോ അങ്ങനെയുള്ള മകൻ ജനിക്കട്ടെ.
ഈ ജനിക്കുന്ന മകൻ ഒരേ ഒരു ശത്രു ഉണ്ടാവുള്ളൂ, അത് ഇന്ദ്രനാണ്. മറ്റേതിൻ്റെ അർത്ഥം ഇന്ദ്രൻ്റെ ശത്രു എന്നാണ്. ഇങ്ങനെ മന്ത്രം ഇദ്ദേഹം ചൊല്ലിയപ്പോൾ തെറ്റിപ്പോയി. അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് ഇന്ദ്രശത്രോ വർദ്ധസ്വ എന്നായിരുന്നു. അതിന് പകരം അദ്ദേഹം എന്ത് പറഞ്ഞു? ഇന്ദ്രാശത്രോ വർദ്ധസ്വ എന്ന് പറഞ്ഞു. അപ്പം എന്തുണ്ടായി? ഈ ജനിച്ച മകൻ ഒരു മകൻ അങ്ങോട്ട് ജനിച്ചു അതിനകത്ത് നിന്ന്. അപ്പോൾ ഈ ജനിച്ച മകൻ ഭയങ്കര അധികാരം പറയണ്ടല്ലോ. കാരണം സങ്കല്പം എന്താണ്, അതിനനുസരിച്ചാണ് മക്കളുണ്ടാകുന്നത്. സങ്കല്പം, നമ്മളുടെ ആ സമയത്തുണ്ടാകുന്ന സങ്കല്പം ആണ് സൃഷ്ടിക്കുന്നത് എന്ന് പറയും. ഈ സങ്കല്പം അതിഭീകരനായിട്ടുള്ളൊരു അസുരനെ അങ്ങോട്ട് സൃഷ്ടിച്ചു. അവനാണ് വൃത്രാസുരൻ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പം ഈ വൃത്രാസുരൻ ആദ്യം തന്നെ എന്തായിരിക്കും ചെയ്യുക? നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. നേരെ പോയി ഇന്ദ്രൻ്റെ അടുത്തേക്ക്, അല്ലേ? ദേവന്മാരെല്ലാം കൂടി ഇളകി മറിഞ്ഞ് കുറേ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും ഒക്കെ എടുത്ത് ഇയാളുടെ നേരെ അങ്ങോട്ട് പ്രയോഗിച്ചു. ഇത് മുഴുവൻ പോയിട്ട് ഇയാളുടെ മുഖത്ത് ലയിച്ച് അങ്ങോട്ട് ചേർന്നു. അതായത് ഭയാനകങ്ങളായ അസ്ത്രങ്ങളെ മുഴുവൻ ഈ അസുരൻ്റെ മുഖം അങ്ങോട്ട് വിഴുങ്ങി. അതായത് ഇത് അപ്പോൾ എന്താ ഉണ്ടായ? ഒരു രക്ഷയില്ല. ഇന്ദ്രൻ പിന്നെയും കഷ്ടപ്പെട്ടു. ഗുരുവില്ല, രക്ഷിക്കാൻ ആരുമില്ല. ഇന്ദ്രൻ കഷ്ടപ്പെട്ടു. വേറൊരു അവസ്ഥയില്ല. അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ വിഷയവും ഇത് തന്നെയാണ്. അതായത് നമ്മൾ ഒരിക്കലും നന്നായിട്ട് എല്ലാ ഐശ്വര്യ സമൃദ്ധമായിട്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ ഭഗവാനെ നമുക്ക് ഓർമ്മ വരില്ല. അപ്പോൾ എന്തു ചെയ്യും? എൻ്റെ പൊസിഷൻ ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്, അതുകൊണ്ട് എന്നേക്കാൾ വലിയ ആരാണ് എന്നെ വെല്ലുവിളിക്കാൻ വരുന്നത്? ഇതാണ് നമ്മുടെ ധാരണ. ആരും വ്യത്യസ്തരല്ല ഈ വിഷയത്തിൽ. അതായത് ആധ്യാത്മികമായ ഒരു അവബോധമില്ലാത്ത ആരുടെയും മനസ്സിൽ തീർച്ചയായിട്ടും ഇത് മാത്രമേ വരുള്ളൂ. അഹങ്കാരം, അഹം, ഞാൻ ചെയ്യുന്നു, ഞാൻ പോകുന്നു, ഞാനില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല, ഞാനാണ് ഇതിൻ്റെയൊക്കെ അധിപൻ, എന്നെ വെല്ലുവിളിക്കാൻ ആരാണുള്ളത്? തന്നെയല്ല, എന്ത് കാര്യങ്ങൾ ചെയ്താലും നമ്മളതിൻ്റെ ഫലം അങ്ങോട്ട് ഏറ്റെടുക്കും, അല്ലേ? ഏറ്റെടുത്തിട്ട് എന്തു ചെയ്യും? ഇതൊക്കെ ഇത്രയും ഭംഗിയാക്കിയത് ഞാനാണ്, ഞാൻ ഇല്ലെങ്കിൽ ആരാണ് ഈ ഞാൻ? അവിടെയാണ് വിഷയം. അതായത് അത് ഈ ശരീരമാണോ, അതോ ഈ ശരീരത്തെ നിലനിർത്തുന്ന മറ്റെന്തെങ്കിലും വിശേഷമായ ചൈതന്യമാണോ? ഇവിടെയാണ് ചിന്താഗതിയുടെ പോക്ക്. ശരീരമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? നമ്മൾ, അല്ലേ, ഒരു ശരീരമായിരുന്നു ഞാൻ എന്ന് വെക്കൂ. നമ്മൾ എന്ത് ചെയ്യുന്നു? കുഞ്ഞായിട്ടിരിക്കുന്ന അമ്മയുടെ മുലപ്പാൽ ഊട്ടി അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്ന സമയത്ത് ഒരു ഞാനുണ്ട്. ആ ഞാൻ വളർന്നു വലുതായി ഓടിക്കളിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയിലേക്ക് എത്തി, അല്ലേ? ഈ കുഞ്ഞു കുട്ടിയിലേക്ക് എത്തിയപ്പോൾ ശരീരം അത് തന്നെയാണോ? അടിമുടി മാറിയിരിക്കുന്നു. ആ കുഞ്ഞുകുട്ടി, ഓടിക്കളിക്കുന്ന കുഞ്ഞുകുട്ടി പിന്നെയും വളർന്നു വലുതായി ഒരു 5ാം ക്ലാസ് 10ാം ക്ലാസ് എത്തിയ അവസ്ഥയിൽ, അല്ലേ? അവൻ്റെ ശരീരത്തിന് ഈ മുലപ്പാൽ കുടിച്ച ശരീരമാണോ അവനുള്ളത്? ഒരിക്കലുമല്ല. കാരണം ഓരോ സെൽസും, അല്ലേ, സയൻസ് പറയുന്നത് അങ്ങനെയല്ലേ, ഓരോ സെൽസും ഓരോ ദിവസവും നവീനമായിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? തന്നെയല്ല, ഇത് കഴിഞ്ഞ് യൗവനാവസ്ഥയിലെത്തുമ്പോഴോ നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കുന്ന അവസ്ഥയിൽ ആ ശരീരമാണോ ആ സമയത്തുള്ളത്? ഈ കുഞ്ഞു കുട്ടിയായപ്പോഴുള്ള ശരീരവും ഈ ഫോട്ടോയും കൂടി ഒന്ന് എടുത്തു വെച്ച് നോക്കൂ, ശരീരത്തിൻ്റെ വ്യത്യാസം എങ്ങനെ ഇരിക്കുന്നു. ഇപ്പം ശരീരമാണ് ഞാൻ എങ്കിൽ അത് അടിമുടി മാറിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് വേദാന്തം പറയും, ഈ ശരീരം എന്ന് പറയുന്ന സാധനം എപ്പോഴും ഒരു തരത്തിലില്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ്, അല്ലേ? വൃക്ക മാറ്റി വയ്ക്കുന്നു, ശ്വാസകോശം മാറ്റി വയ്ക്കുന്നു, പല സാധനങ്ങളും, ഹൃദയം മാറ്റി വയ്ക്കുന്നു, അല്ലേ? ഇതൊക്കെ ആയാലും ഞാനല്ലാതെ ആവുന്നുണ്ടോ? നമ്മളുടെ ഉള്ളിൽ ഞാൻ എന്നുള്ള ബോധത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. അപ്പം അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്നത് ആരല്ല? ഈ ശരീരമല്ല. അപ്പം നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ജാതി മതാദികളായിട്ടുള്ള എല്ലാ വ്യത്യാസങ്ങളും, അല്ലെങ്കിൽ പൊസിഷൻ പദവിയായിട്ടുള്ള എല്ലാ വ്യത്യാസങ്ങളും, അല്ലെങ്കിൽ ധനമുള്ളവൻ ധനമില്ലാത്തവൻ എന്ന തരത്തിലുള്ള എല്ലാ വ്യത്യാസങ്ങളും,
എന്തിനോട് ചേരുന്നവയാണ്? ശരീരത്തിൻ്റെ പേരാണ്. അപ്പം അതുകൊണ്ട് ഈ ശരീരം ഇവിടെ അവസാനിച്ചു പോകുന്നതോടുകൂടി ഇതൊക്കെ അവസാനിക്കും. ഇതൊന്നും അറിയാൻ സാധ്യതയില്ലാത്ത ഒരാളുകൾ എന്തു ചെയ്യും? പേടിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും പേടിയാണ്. കാരണം എന്താ? ഞാനില്ലാതെയാകുമോ? ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സാധനം, ശരീരം, ഇതില്ലാതെയാകുമോ എന്നുള്ള പേടിയാണ്. അപ്പം നമ്മൾ എപ്പോഴും പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ദ്വിതീയാദ്വൈ ഭയം എന്ന് പറയും ആര്? ഉപനിഷത്ത്. ദ്വിതീയാദ്വൈ ഭയം, രണ്ടാമതൊന്നുണ്ട് എന്ന തോന്നലിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത്. അപ്പോൾ ഭീതിർനാമ ദ്വിതീയാദ്ഭവതി നനു മനഃകൽപ്പിതം ച ദ്വിതീയം, അല്ലേ? കേട്ടിട്ടുണ്ടാവും. ഭീതി എന്ന് പറയുന്നത് രണ്ടാമതൊന്നുണ്ട് എന്നതിൽ നിന്നുണ്ടാകുന്നതാണ്. ആ രണ്ടാമതൊന്നുണ്ട് എന്നുള്ള തോന്നൽ എന്തിൽ നിന്നുണ്ടാകുന്നതാണ്? അത് നമ്മുടെ മനസ്സ് കൽപ്പിച്ചുണ്ടാക്കിയതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്കതിലേക്ക് വരാം. അതിൻ്റെ മുൻപേ ഈ പേടിച്ച് വിറച്ച ദേവേന്ദ്രൻ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഓടിച്ചെന്ന് എന്താണ്, ദേവന്മാർ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങുകയാണ്. ആരാ? വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. ഇതന്നെ പറയാനുള്ളൂ. പറയാൻ വേറെ വാക്കുകളൊന്നുമില്ല. പറയാനുള്ളതൊക്കെ എന്നും ഒരേ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, ഈ പൊസിഷനിൽ ഞങ്ങളെ നിലനിർത്തി തരണം, ഇതാണ് ആവശ്യം. അല്ലാണ്ട് എന്താ വേണ്ടത്? പൊസിഷനാണ് പ്രശ്നം. ആ പൊസിഷനിൽ ഞങ്ങളെ നിലനിർത്തി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവേന്ദ്രൻ നടത്തുന്ന ഒരു സ്തുതിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, അതായത് എന്താണ് ഇതിൻ്റെ ആദ്യം? നമുക്കൊരുമിച്ച് ഞാൻ ചൊല്ലാം, അത് നോക്കിയിട്ട് ചൊല്ലുമല്ലോ. വായുവംബരാഗ്ന്യക്ഷിതയസ്ത്രിലോകാ ബ്രഹ്മാദയോ യേ വയമുദ്വിജന്ത വഹാമയസ്മൈ ബലിമന്ദഗോസോ ബിഭേതി യസ്മാദരണം തതോ നഃ വായുവംബരാഗ്ന്യക്ഷിതയസ്ത്രിലോകാ ബ്രഹ്മാദയോ യേ വയമുദ്വിജന്ത വഹാമയസ്മൈ ബലിമന്ദഗോസൗ ബിഭേതി യസ്മാദരണം തതോ നഃ. ദേവാഊചുഃ അവിസ്മിതം തം പരിപൂർണകാമം സ്വേനൈവ ലാഭേന സമം പ്രശാന്തം വിനോപസർപ്പത്യപരം ഹി ബാലിശഃ ശ്വലാംഗുലേനാതിതിതർത്തി സിന്ധും അവിസ്മിതം തം പരിപൂർണകാമം സ്വേനൈവ ലാഭേന സമം പ്രശാന്തം വിനോപസർപ്പത്യപരം ഹി ബാലിശഃ ശ്വലാംഗുലേനാതിതിതർത്തി സിന്ധും യസ്യോരുശൃംഗേ ജഗതിം സ്വനാവം മനുര്യഥാ ബധ്യത താരദുർഗം സ ഏവ നസ്ത്വാഷ്ട്രഭയാദ്ദുരന്താത് ത്രാദാശ്രിതാൻ വാരിചരോപി നൂനം പുരാ സ്വയംഭൂരപി സംയമാംഭസ്യുദീർണവാദോർമിരവൈഃ കരാളേ ഏകോരവിന്ദാത് പതിതസ്തതാര
തസ്മാത് ഭയാത് യേന സനോസ്തു പാരഃ പുരാ സ്വയംഭൂരപി സംയമാംഭസ് ഉദീർണവാതോർമിരവൈഃ കരാളേ ഏകോരവിന്ദാത് പതിതസ്തതാര തസ്മാത് ഭയാത് യേന സനോസ്തു പാരഃ യ ഏക ഈശോ നിജമായയാ നഃ സസർജയേനാനുസൃജാമ വിശ്വം വയം നയസ്യാപി പുരഃ സമീഹത പശ്യാമലിംഗം പൃഥഗീശമാനിനഃ യ ഏക ഈശോ നിജമായയാ നഃ സസർജയേനാനുസൃജാമ വിശ്വം വയം നയസ്യാപി പുരഃ സമീഹത പശ്യാമലിംഗം പൃഥഗീശമാനിനഃ യോ നഃ സപത്നൈർഭൃശമർദ്യമാനാൻ യോ നഃ സപത്നൈർഭൃശമർദ്യമാനാൻ ദേവർഷിതിര്യൻ നൃഷു നിത്യ ഏവ കൃതാവതാരസ്തനുഭിസ്വമായയാ കൃത്വാ ആത്മസാത് പാതി യുഗേ യുഗേ ച യോ നഃ സപത്നൈർഭൃശമർദ്യമാനാൻ ദേവർഷിതിര്യൻ നൃഷു നിത്യ ഏവ കൃതാവതാരസ്തനുഭിസ്വമായയാ കൃത്വാത്മസാത് പാതി യുഗേ യുഗേ ച തമേവ ദേവം വയമാത്മദൈവതം പരം പ്രധാനം പുരുഷം വിശ്വമന്യം വ്രജാമ സർവേ ശരണം ശരണ്യം സ്വാനാം സനോ ധാസ്യതി ശം മഹാത്മാ തമേവ ദേവം വയമാത്മദൈവതം പരം പ്രധാനം പുരുഷം വിശ്വമന്യം വ്രജാമ സർവേ ശരണം ശരണ്യം സ്വാനാം സനോ ധാസ്യതി ശം മഹാത്മാ. അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടി നോക്കാം. വായുംബരാഗ്ന്യക്ഷിതയസ്ത്രിലോകാ ബ്രഹ്മാദയോ യേ വയമുദ്വിജന്ത ഹരാമയസ്മൈ ബലിമന്ദകോസൗ ബിഭേദി യസ്മാദരണം തതോ നഃ. എങ്ങനെയാണ് പദച്ഛേദം നോക്കാം. വായുഅംബരാഗ്ന്യക്ഷിതയഃ എന്നുള്ളതാണ് ഒന്നാമത്തെ പദം. വായുഅംബരാഗ്ന്യപ്പ് ക്ഷിതയഃ, വായുഅംബരാഗ്ന്യപ്പ് ക്ഷിതയഃ ഒറ്റ പദം. ത്രിലോകാഃ ബ്രഹ്മാദയഃ യഃ യേ വയം ഉദ്വിജന്തഃ ഹരാമ യസ്മൈ ബലിം അന്തകഃ അസൗ ബിഭേതി യസ്മാത് അരണം തതഃ നഃ. ഇങ്ങനെയാണ് പദച്ഛേദം. ഒന്നുകൂടി നോക്കാം. വായുഅംബരാഗ്ന്യക്ഷിതയഃ
ത്രിലോകാഹ ബ്രഹ്മാദയഃ യേ വയം ഉദ്വിജന്തഃ ഹരാമ യസ്മൈ ബലിം അന്തകഃ അസൗ ബിഭേതി യസ്മാത് അരണം തതഃ ന. ഇങ്ങനെയാണ് പദച്ഛേദം. നഹ. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ആദ്യത്തെ ക്രിയാപദം ഹരാമ എന്നാണ് അല്ലേ? ബലിം ഹരാമഹ. അപ്പം ബലിം ഹരാമഹ എങ്ങനെയാണ്? അങ്ങനെയൊന്നും ഞാൻ അന്വയിക്കുന്ന രീതിയുടെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അർത്ഥത്തിലേക്ക് വരാം. വായുഅംബരാഗ്ന്യപ്ക്ഷിതയ എന്ന് പറഞ്ഞാൽ വായു, അംബരം എന്ന് പറഞ്ഞാൽ ആകാശം, അപ്പ് വെള്ളം അല്ലേ, ക്ഷിതി ഭൂമി. ഇതാണ്. അതായത് വായു, അംബരം, അഗ്നി, അപ്പ്, ക്ഷിതി അല്ലേ? ഇതാണ് പഞ്ചഭൂതങ്ങൾ. വായു, ആകാശം, അഗ്നി, ജലം, ഭൂമി. ഈ 5 ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ. പിന്നെയോ ത്രിലോകാഹ എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങൾ. 3 ലോകങ്ങളും. പിന്നെ എന്താ? യേ വയം, യാതൊരു ഞങ്ങളും. ഉദ്വിജന്തഃ, ഉദ്വേഗം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം കൂടി തിരക്ക് പിടിച്ച് അല്ലേ, ഭയങ്കരമായി എന്താ ചെയ്യേണ്ടത് അറിഞ്ഞുകൂടാണ്ട് എല്ലാം കൂടി വെപ്രാളപ്പെട്ട് എന്നർത്ഥം. അതാണ് ഉദ്വിജന്തഃ എന്ന് വെച്ചാൽ ഭീതി കൊണ്ട്. ഇന്ദ്രനിപ്പോൾ അതാണല്ലോ ഉള്ളത്, വളരെയധികം ഭീതി കൊണ്ട്. യസ്മൈ, യാതൊരുവനായി കൊണ്ട്. ബലിം ഹരാമഹ അല്ലേ, ബലിയെ സമർപ്പിക്കുന്നുവോ. അസൗ അന്തകഃ, ഈ അന്തകൻ. യസ്മാത് ബിഭേതി, അന്തകൻ ആരെയാണോ പേടിക്കുന്നത്, ആരിൽ നിന്നാണോ അന്തകന് വരെ പേടിയുള്ളത് അല്ലേ, തതഃ, അവനിൽ നിന്ന്. നഹ അരണം അസ്തു, അവനിൽ നിന്ന്. നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്. അരണം എന്ന് പറഞ്ഞാൽ രക്ഷ. അസ്തു ഭവിക്കട്ടെ. അതായത് ആരെയാണോ അന്തകന് പോലും പേടിയുള്ളത്, ആ അന്തകന് പോലും പേടിയുള്ള അദ്ദേഹം ഞങ്ങളെ രക്ഷിക്കട്ടെ. ഇതാണ് പറയുന്നതിൻ്റെ താത്പര്യം. അതായത് എന്താണ്? വായു മുതലായ പഞ്ചഭൂതങ്ങളും, പഞ്ചഭൂതങ്ങളുടെ സമ്മേളനം കൊണ്ടുണ്ടായതാണല്ലോ ഈ സാധനങ്ങളൊക്കെ. ശരീരവും ഈ ലോകത്ത് കാണുന്ന സകല സാധനങ്ങളും പഞ്ചഭൂതങ്ങളുടെ സമ്മേളനമാണ് അല്ലേ? ഈ സാധനം പോടുന്ന് പോകുമ്പോൾ എന്താവും? പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കും അല്ലേ? ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ വായു അംബരാഗ്നി അപ്ക്ഷിതയ, വായു, ആകാശം, അഗ്നി, ജലം, ക്ഷിതി ഇവയും. പിന്നെയോ ത്രിലോകാഹ, 3 ലോകങ്ങളും. ബ്രഹ്മാദയ, ബ്രഹ്മാവ് മുതലായ ദേവന്മാരും. യേ വയം, യേ വയം വേറെ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാവ് മുതലായവരും അതുപോലെ തന്നെ ഞങ്ങളും. ഉദ്വിജന്തഃ, ഭീതന്മാരായിട്ട്. യസ്മൈ, ആർക്കായിക്കൊണ്ടാണോ ഈ ബലിയെ സമർപ്പിക്കുന്നത്, പ്രാർത്ഥിക്കാനായിട്ട് വന്നതല്ലേ, ആർക്കായിട്ടാണോ ഈ ബലിയെ സമർപ്പിക്കുന്നത്. അസൗ അന്തകഃ, അതുപോലെ തന്നെ ഈ ഒരു അന്തകൻ. യസ്മാത് ബിഭേതി, ആരെയാണോ പേടിക്കുന്നത് അവനിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ. അതായത് അന്തകൻ പോലും പേടിക്കുന്ന വിഷ്ണു അല്ലേ? വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വ്യാപിക്കുന്നവനാണ് വിഷ്ണു, വ്യാപനശീലനാണ് വിഷ്ണു അല്ലേ? നമ്മൾ വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലുമ്പോൾ ആദ്യം ചൊല്ലുന്ന സാധനം എന്താ? അല്ലല്ല, അതിന് മുമ്പേ ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനെയല്ല, ഒരു എന്താണ്? ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് അല്ലേ, സർവവിഘ്നോപശാന്തയെ. ആരെയാ സ്തുതിക്കുന്നത്? പറയാൻ പറ്റുമോ ആരെയാ സ്തുതിക്കുന്നതെന്ന്? ആരെയാ സ്തുതിക്കുന്നത്? ഗണപതി. അറിയാല്ലേ?
സാധാരണഗതിയിൽ വിഷ്ണുവിനെയാണ് സ്തുതിക്കുന്നതെന്ന് വിചാരിക്കും കേട്ടാൽ. വിഷ്ണു എന്ന് പറഞ്ഞാൽ ഇത്രയും അർത്ഥമുള്ളൂ. എന്താണ് അർത്ഥം? സർവവ്യാപിയായിട്ടുള്ളവൻ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ. അപ്പോൾ വായുഅംബരാഗ്ന്യപക്ഷിതയ, വായു അല്ല, അപ്പോൾ സർവവ്യാപിയായ വിഷ്ണുവിനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. എങ്ങനെയാണ് ഈ സർവവ്യാപിയായിട്ടിരിക്കാൻ പറ്റിയ ഒരാൾക്ക്? അങ്ങനെ സാധിക്കുമോ? ആലോചിച്ച് നോക്കൂ. എല്ലാറ്റിലും അദ്ദേഹം വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു ദൃഷ്ടി നമുക്ക് വേണം. നോർമൽ ദൃഷ്ടി കൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. ഒരു കള്ളൻ, ഇപ്പോൾ ഒരു കള്ളൻ ഉണ്ടെന്ന് വെച്ചോളൂ. അയാൾക്ക് സ്വർണ്ണാഭരണം കക്കണം. നിങ്ങളുടെ കയ്യിലുള്ള വളയ വേറെയും മാല വേറെയും മോതിരത്തെ വേറെയായി അയാൾ കാണുമോ? അയാൾ കാണുന്നത് എന്തിനാണ്? അതായത് സ്വർണം എന്ന് പറയുന്ന സാധനമാണ് അയാൾക്ക് വേണ്ടത്. അത് ഏതോ രൂപത്തിലായിക്കോട്ടെ. ഇതുപോലെ മനുഷ്യനെ ഈ ശരീരരൂപാദികളിലുള്ള വ്യത്യാസങ്ങളെ കൊണ്ട് കാണാതെ അതിനെ ശരീരമായി അതായിട്ട് നിലനിർത്തുന്ന ചില സാധനങ്ങളുണ്ട് അല്ലേ? കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണ് അതിന് കണ്ണായിരുന്ന പൊരുൾ അല്ലേ? അത് ഞാനെന്നുറയ്ക്കുവത് അല്ലേ? അതല്ലേ ആ പൊരുളിനെ അറിയുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ വിഷ്ണുവിനെ അറിയുക എന്നുള്ളതിൻ്റെ അർത്ഥം. ഈ പൊരുളിനെ മനസ്സിലാക്കുക, അതായത് നമ്മൾ ഈ പറയുന്ന ശരീരഭേദങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ഭേദങ്ങൾക്കപ്പുറത്ത് അല്ലേ ഒരു ചൈതന്യാംശം നമ്മളിലൊക്കെ കുടികൊള്ളുന്നു. നമ്മുടെ ഓട്ടൂര് പറയും, സന്യസിക്കാൻ പോലും സാധിക്കില്ല അങ്ങനെയുള്ളവന്. അത് ഒരു സാധാരണ മനുഷ്യന് തിരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തെന്നാ അവന് സന്യസിക്കാനുള്ളത്? വിശ്വത്തെയും വിഷ്ണു ശരീരമായി ദർശിക്കുവാൻ പറ്റിയവർക്കു പിന്നെ സന്യാസമെന്നുള്ളതു വേറെ എന്തിന്? എന്താണവർക്കുള്ളതു സന്യസിക്കാൻ? വിരക്തി തോന്നാൻ വിഷയങ്ങൾ വേണ്ടേ? പരിത്യജിക്കാൻ ഭുവനങ്ങൾ വേണ്ടേ? സർവത്ര ഗോവിന്ദ വിഭൂതി കാണും ഭക്തനതെല്ലാം എവിടുന്ന് കിട്ടും? സന്യാസവും വേണ്ട, വിരക്തി വേണ്ട, കാട്ടിൽ കരേറേണ്ട, യശസ്സു വേണ്ട, എല്ലായിടത്തും ഭഗവത് സ്വരൂപമല്ലാതെയൊന്നും ബദ കാൺമതില്ല. എത്ര മനോഹരമായിട്ടാണ് വിഷ്ണുവിൻ്റെ ശരീരം എന്താണ് എന്ന് വർണ്ണിക്കുന്നത്. അതായത് ചരവും അചരവുമായ വസ്തുക്കളെ വ്യത്യസ്തമായി നിലനിർത്തുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് മനസ്സ് എന്ന് പറയുന്ന സാധനമാണ് അല്ലേ? ജീവനുള്ളവയും ജീവനില്ലാത്തവയും വേർതിരിക്കുന്ന സാധനം എന്താ? മനസ്സാണ്. മനസ്സിന് പ്രവൃത്തിയുണ്ട് ഒന്നിൽ അല്ലേ? മറ്റതിനെന്തില്ല? മനസ്സില്ല. അതായത് നമ്മളിലുള്ള സുഖദുഃഖാദ്യ അനുഭവങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ആരാണ്? ഈ സാധനമാണ്, മനസ്സാണ്. മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴാണോ ഈ നമ്മുടെ രമണ മഹർഷിയൊക്കെ പറയും ചുമ്മാ ഇര് എന്ന് പറഞ്ഞാൽ എന്താ? ചുമ്മാ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ പ്രവർത്തിപ്പിക്കാതിരിക്കുക എന്നാണ്. അതായത് എന്തൊക്കെ ദുഃഖ ദുരിതങ്ങളിലുള്ളിലൂടെ ഈ ജീവിതം കടന്നു പോകേണ്ടി വന്നാലും ഈ ശരീരത്തിൻ്റെ പൂർവജന്മാർജിതമായ കർമ്മഫലമാണ് ഈ ശരീരം സ്വീകരിക്കാൻ പോലും നമ്മളെ പ്രാപ്തരാക്കിയിരിക്കുന്നത്. നമ്മുടെ ശരീര സ്വീകാരം നമ്മൾ ചെയ്തിട്ടുള്ള പൂർവജന്മാർജിതമായ കർമ്മങ്ങളുടെ അനന്തരഫലമാണ്. അതിനനുസരിച്ചാണ് ഓരോരുത്തൻ്റെയും ശരീരം ആരുടെ അച്ഛനമ്മമായിട്ടായിട്ടിരിക്കണം, ആരുടെ കൂടെ ജനിക്കണം, ആരുടെ വീട്ടിൽ പിറക്കണം, ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ കർമ്മങ്ങളുടെ ഇതുകൊണ്ടാണ്. അയാൾക്ക് ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ലായിരുന്നില്ലേ? നമ്മൾ എത്ര പ്രാവശ്യം ആലോചിക്കാറുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും തന്നെ നാളെ ഈ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും നമുക്കറിയില്ല അല്ലേ? അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലിരിക്കുന്നു. അപ്പം ഇതുകൊണ്ട് തന്നെ ഈ സംഗതി നമ്മൾ ഭഗവാന് ഞാൻ ഇത്രയൊക്കെ വിചാരിച്ചിട്ടും എനിക്ക് ഇങ്ങനെയൊക്കെ വന്നുല്ലോ, ഇങ്ങനെയാണ് നമ്മൾ രണ്ടാമതായിട്ട് തോന്നുക. ഭഗവാൻ എന്ത് ചെയ്യാൻ നമ്മുടെ കർമ്മം? അതായത് ഈ പറയുന്ന ഞാൻ പറയണ കേട്ടിട്ടുണ്ട്, വളരെ ഭക്തനായിട്ടുള്ള ഒരു ശിഷ്യൻ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, സായിബാബയുടെ സകല സംഭവം അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഈ ജോയ് ഐസ്ക്രീം അല്ലേ,
ജോയ് ഐസ്ക്രീം അറിയില്ലേ? വളരെ പ്രസിദ്ധമായൊരു ജോയ് തന്നെയാന്ന് തോന്നുന്നു. ജോയ് ഐസ്ക്രീമിൻ്റെ മേധാവിയായിട്ട് ഒരാൾ, അയാൾക്ക് വലിയ അതായത് ഈ ആശ്രമത്തിലേക്കുള്ള സകല സംഗതികളും സപ്ലിമെൻ്റ് ചെയ്തിരുന്നത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന് കണ്ടമാനം പൈസയുണ്ട്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, നല്ലോണം കാശുണ്ട്, എന്തിനു വേണമെങ്കിലും കാശുണ്ട്. അപ്പം ഈ ആശ്രമത്തിലേക്ക് പ്രത്യേകമായിട്ട് പല സന്ദർഭങ്ങളിലും ഈ സാധനം തയ്യാറാക്കി, ഈ ഐസ്ക്രീം തയ്യാറാക്കി അദ്ദേഹം വിതരണം നടത്തുമായിരുന്നു അത്രേ. അപ്പം ഇങ്ങനെ അദ്ദേഹം പക്ഷേ വീൽ ചെയറിലാണ്, എഴുന്നേറ്റ് നടക്കാൻ വയ്യ. വീൽ ചെയറിലാണ്, നിൽക്കാൻ വയ്യ, എഴുന്നേറ്റ് നടക്കാൻ വയ്യ, ശരീരത്തിന് ആസകലം വേദനയാണ്, ഒരു രക്ഷയില്ല. ജോയ് അത്ര എന്തൊക്കെയോ ഭയങ്കരമായ അസുഖമാണ്. ഈ അസുഖം പിടിച്ച് അദ്ദേഹം സ്വാമിയുടെ അടുത്ത്, മറ്റേ നമ്മുടെ സായിബാബയുടെ സ്വാമിയുടെ അടുത്ത് പോയി ചോദിച്ചു, സ്വാമി, ഞാൻ അങ്ങയെ ഇത്രയും കാലം സേവിച്ചു, ഞാൻ ഇത്രയും കാലം ഇവിടെ സേവ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, എനിക്കെന്താ സ്വാമിജി ഈ ഗതി വന്നത്? അപ്പോൾ സ്വാമിജി പറഞ്ഞു അത്രേ, തിരിച്ച് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് ഈ അസുഖം വന്നു എന്നുള്ളത് കൊണ്ട് ഈ വീൽ ചെയർ കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് സഹായില്ലേ? ഈ വീൽ ചെയറിൻ്റെ മുകളിലല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ജീവിത പ്രവൃത്തികളും ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾക്കില്ലേ? നിങ്ങൾക്ക് പൈസയില്ലേ? നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇല്ലേ? ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ, കേൾക്കാമല്ലോ അല്ലേ? ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. ഈ ഇരിക്കുന്ന ഇരിപ്പും നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. ഇത് വേണമെങ്കിൽ ഞാൻ എടുത്തു മാറ്റാം, പക്ഷേ ഇത് അനുഭവിക്കാൻ നിങ്ങൾ ഇനിയും ജനിക്കും. ഇത് വേണമെങ്കിൽ ഈ ദുഃഖവും ദുരിതവും ഒക്കെ എടുത്തു മാറ്റാൻ പറ്റും, പക്ഷേ ഇത് അനുഭവിക്കാൻ നിങ്ങൾ ഇനിയും ജനിക്കും. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ആ സന്ദർഭത്തിൽ, നിങ്ങൾ ഇനി ജനിക്കുന്ന സന്ദർഭത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന സൗകര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ അസുഖമായാലും എന്തൊക്കെ സംഗതിയായാലും ഈ സൗകര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്കത് അതിജീവിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ മാറ്റണ്ട, എനിക്കിങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. അതായത് അതാണ് ഭഗവാന്റെ പ്രസാദം എന്ന് പറയുന്നത്. ഭഗവത് പ്രസാദം എന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലും എന്ത് ദുരിതത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കടന്നുപോയാലും ആ ദുരിതത്തെ അതിജീവിക്കാനുള്ള ഒരു മാനസിക സ്വാസ്ഥ്യം ഈ ഒരു സംഗതി നമുക്ക് പകർന്നു തരും എന്നുള്ളതാണ്. ഈ ഒരു വിശ്വാസം, ഈ ഒരു മാർഗത്തിലൂടെയുള്ള ചരണം. കാരണം എന്താ? ഉറപ്പിക്കേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ എന്ന് പറയുന്ന വസ്തു ഈ ശരീരമല്ല. ഈ പീഡയും ഈ സംഗതിയും ഒക്കെ ഉള്ളത് എന്തിനാണ്? ശരീരത്തിനാണ്. അപ്പം അതുകൊണ്ട് ശരീരത്തിൻ്റെ ഈ പീഡയും സംഗതികളും ഈ സാധനങ്ങളൊക്കെ തന്നെ അനുഭവിക്കാൻ ഉള്ള എന്തോ കർമ്മം, പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മം അനുഭവിച്ച് തീർന്നിട്ടേ നടക്കുള്ളൂ. തന്നെയല്ല, ഈ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണെന്ന് വിചാരിക്കേണ്ട. കായേന മനസാ വാചാ, അല്ലേ, ഇന്ദ്രിയൈഹി ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവ, അതല്ലേ നമ്മൾ പറയുന്നത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത്. ഇതൊക്കെ കർമ്മമാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതിൻ്റെ ഇംപ്രിൻ്റ് രൂപപ്പെടുന്നു, നമ്മൾ എന്ത് പറയുന്നുവോ അതിൻ്റെ ഇംപ്രിൻ്റ് രൂപപ്പെടുന്നു. അതായത് മറ്റൊരാളോട് നമുക്ക് വ്യക്തമായിട്ട് മോശമായിട്ട് സംസാരിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അവനും ഞാനും തമ്മിൽ വ്യത്യസ്തനാണ്. അവനും ഞാനും തമ്മിലുള്ള വ്യത്യാസങ്ങളെ നമ്മൾ അങ്ങേയറ്റം ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഭഗവാൻ പറയുന്നത് എന്താണ്? ഭഗവത് സന്നിധി എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, മായായത്ര കഥാപിനോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരംഗതാഃ. പിന്നെ എന്താണ് അവിടെ അവശേഷിക്കുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? മായായത്ര കഥാപിനോ വികുരുതേ. മായയ്ക്ക് അവിടെ യാതൊരു പ്രവൃത്തിയുമില്ല. അതായത് ഞാൻ എന്നിൽ നിന്ന് വ്യത്യസ്തനായി മറ്റൊരു വസ്തു ഉണ്ട് എന്നുള്ള വിചാരം, അതിനവിടെ പ്രവൃത്തിയില്ല. പിന്നെ എവിടെയാ? ഭാതേ ജഗദ്ഭ്യോ ബഹി, ഈ ലോകത്തിൻ്റെ ക്രിയാകലാപങ്ങളിൽ നിന്ന് പുറത്തത് പ്രകാശിക്കുന്നു. ശോകക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരംഗതാഃ.
ശോകം, ക്രോധം, മോഹം മുതലായുള്ള എല്ലാ ഭാവങ്ങളും എത്രയോ ദൂരത്തേക്ക് പോയിരിക്കുന്നു. പിന്നെ അവശേഷിക്കുന്ന എന്താണ്? സാന്ദ്ര ആനന്ദझരീച യത്ര പരമജ്യോതി പ്രകാശാത്മകേ. ആനന്ദझരി എന്നാണ്. അതായത് ആനന്ദത്തിൻ്റെ ഒരു എന്താ പറയുക, നീർച്ചാല് അല്ലേ, അതിങ്ങനെ പ്രവഹിക്കുകയാണ്. ഈ ആനന്ദം മാത്രമായിട്ട് നമ്മൾ അവശേഷിക്കുകയാണ്. സാന്ദ്ര ആനന്ദझരീച യത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ ധാമ. അതാണ് അങ്ങയുടെ വീട് അല്ലേ. വിഭാവിതം വിജയത്തെ വൈകുണ്ഠ അല്ല എന്താണ്, മായായത്ര കഥാപിനോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരംഗതാഃ. സാന്ദ്ര ആനന്ദझരീച യത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയത്തെ വൈകുണ്ഠരൂപം വിഭോ. ഇതാണ് വിഷ്ണുവിൻ്റെ വൈകുണ്ഠം എന്ന് പറയുന്നത്. അതായത് നമ്മൾ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന എന്താണ് സാധനങ്ങളെയൊക്കെ നമ്മൾ പുറത്തു നിർത്തിയേ മതിയാവും. അപ്പം അതുകൊണ്ട് അതാണ് വായുവംബര അഗ്നി അപ്ഷിതയ സ്ത്രീലോകാഹ ബ്രഹ്മാദയോ ഏവയമുദ്വിജന്തഃ. ആകാശം, അഗ്നി, ജലം, ക്ഷിതി ഇവയും 3 ലോകങ്ങളും അതുപോലെ ഞങ്ങളും ഒക്കെ ഭീതന്മാരായിട്ട് ആരെയാണോ ശരണം പ്രാപിക്കുന്നത്, ആർക്കാണോ ബലിയെ സമർപ്പിക്കുന്നത്, അതുപോലെ ഈ അന്തകൻ പോലും ആരെയാണോ പേടിക്കുന്നത്. അന്തകൻ പേടിക്കാൻ കാരണം എന്താ? അന്തകൻ എപ്പോഴാണ് പേടിക്കുന്നത്? മരണമാണ് അന്തകൻ്റെ പണി അല്ലേ. മരണം ഉണ്ടാകുന്നത് ആർക്കാണ്? ശരീരത്തിനാണ് മരണം ഉണ്ടാകുന്നത് അല്ലേ. നമ്മളെന്താ ഭഗവത്ഗീത പറയുന്നത്? നൈനം ഛിന്ദന്തി ശസ്ത്രാണി അല്ലേ, നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. എന്താ അതിൻ്റെ അർത്ഥം? അതായത് നേരത്തെ പറഞ്ഞതുപോലെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്ന ഈ കുട്ടി വളർന്നു വലുതായി വാർദ്ധക്യാവസ്ഥയിലും ശരീരത്തിന് മാറ്റം വരുന്നു എങ്കിൽ പോലും ആ ശരീരത്തിൻ്റെ മാറ്റം ഒന്നും തന്നെ അറിയാതെ ഞാൻ ആണ് ആ അമ്മയുടെ മുലപ്പാൽ കുടിച്ചതും ഈ വാർദ്ധക്യത്തിലിരിക്കുന്നതും എന്ന് വയസ്സാകുമ്പോഴും അയാൾക്കറിയുന്നു. അതായത് ഞാൻ എന്ന ഭാവത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തത്. ശരീരം അട്ടപട്ടലം മാറിയിരിക്കും. അതായത് വേദാന്തം പറയും മാറുന്നത് അപ്പോഴും ഈ മരിക്കുമ്പോഴും എന്താണ് മാറുന്നത്? ഈ പറയുന്ന സാധനം ശരീരമാണ് എന്തായി മാറുന്നത്? പൃഥിവ്യ, തേജോ, വായു, ആകാശങ്ങളായിട്ട് മാറുന്നത്. അതിനുള്ളിൽ അതിനെ അതായി നിലനിർത്തുന്ന മറ്റ് 2 ശരീരങ്ങളുണ്ട്. ഒന്ന് കാരണശരീരം, മറ്റൊന്ന് സൂക്ഷ്മ ശരീരം അല്ലേ. ഞാൻ പറയാതെ തന്നെ നിങ്ങളിതൊക്കെ സ്ഥിരം കേൾക്കുന്ന ആൾക്കാരാണ്. ഇതിനേക്കാളും വളരെയധികം ആർജിച്ചിട്ടുള്ളവരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് ഇതിനകത്ത് തന്നെ ശ്രദ്ധിക്കാനുള്ള സമയം വളരെ വിരളമാണ്. സത്യമായിട്ട് ഞാൻ പറയാം. എന്നുവെച്ചാൽ ദിവസവും ആലോചിക്കുന്നു, ചിന്തിക്കുന്നു, പ്രവൃത്തികളിലൂടെ ചെയ്യുന്നു ഒക്കെ ഉണ്ടെങ്കിലും ദിവസവും ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭാഗവതം വായിക്കണം എന്ന് ഞാൻ വിചാരിച്ചാൽ സാധ്യമല്ല. പക്ഷെ ഇവിടെ അത് സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. കാരണം നമ്മൾ ജീവിതത്തിൽ നേടുന്ന ഈ പൊസിഷനും പദവിയും ഒന്നുമല്ല നമ്മളായി നിലനിർത്തുന്നത്. ഈ 10 പ്രാവശ്യം ഭാഗവതം വായിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നവൻ ഏറ്റവും വലിയ IAS ഓഫീസറേക്കാളും ഭാഗ്യവാനാണ് എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്നറിയോ? IAS ഓഫീസറും മരിക്കണം അല്ലേ. ഈ പറയുന്ന സാധനം അയാൾക്കുണ്ട്, ഈ പറയുന്ന എല്ലാ അവസ്ഥയും അയാൾക്കുണ്ട്. നമ്മുടെ മുമ്പിൽ മാത്രമാണ് അയാൾ IAS ഓഫീസർ, അയാളും മനുഷ്യനാണ് അല്ലേ. അതുകൊണ്ട് ഏതൊരു ജീവജാലത്തിനും ഏറ്റവും വലിയ പൊസിഷനിലിരിക്കുന്ന ആൾക്കും അവസ്ഥാവിശേഷം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്, യാതൊരു വ്യത്യാസവും അതിലില്ല. അല്ലെങ്കിൽ ആ കഴിഞ്ഞ ദിവസം ആ റോയ് പോയിട്ട് ആത്മഹത്യ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാളുടെ അതായത് ലോകത്ത് പൈസ കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മൾ മറ്റൊരാളെ എന്താ പറയുക മുക്കിപ്പിടിച്ച് നശിപ്പിച്ച് അയാളുടെ കാശ് മുഴുവൻ ഉണ്ടാക്കിയെടുത്തിരുന്നും കൊണ്ട് എങ്ങോട്ട് പോകാനാ? ഇവിടെ തന്നെ നിൽക്കും, ജീവിക്കും. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും ആത്യന്തികമായ സത്യം, അതുകൊണ്ട് മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് ശരീരം മാത്രമാണ് ഇവിടെ നശിച്ചു പോകുന്നത്. പക്ഷേ അതിനുള്ളിലുള്ള സൂക്ഷ്മ കാരണ ശരീരങ്ങൾ
അടുത്ത ശരീരത്തിൻ്റെ ക്വാളിഫിക്കേഷനാണ്. അടുത്ത ശരീരം സ്വീകരിക്കാനുള്ള ക്വാളിഫിക്കേഷനാണ്. കാരണ ശരീരം എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല അല്ലേ. സ്ഥൂല ശരീരം മാത്രമാണ് അപ്രത്യക്ഷമാകുന്നത്. അപ്പോൾ ഈ പറയുന്ന വിശേഷണങ്ങളെല്ലാം തന്നെ സ്ഥൂല ശരീരത്തിൻ്റെ ഭാഗമാണ്. പിന്നെ എന്തിനാണ് ഈ എന്നാൽ പിന്നെ അതൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് സന്യസിക്കാൻ പോയാൽ പോരെ എല്ലാവരും കൂടി ലോകത്ത്? അങ്ങനെ ഒരിക്കലും വേദാന്തം പറയില്ല. കാരണം ഈ ശരീരം എടുത്ത് നമ്മൾ ഈ ലോകത്തേക്ക് വന്നതിന് വളരെ നിക്ഷിപ്തമായ കാരണങ്ങളുണ്ട്. ശരീരത്തിന് നിർവഹിക്കേണ്ടുന്ന ഡ്യൂട്ടിയുണ്ട്. ആ ഡ്യൂട്ടി നിർവഹിക്കാതെ ഇതിന് ഒളിച്ചോടുന്നവനായിരുന്നു ആര്? അർജുനൻ അല്ലേ? ആലോചിച്ച് നോക്കൂ. അതായത് ഈ ഡ്യൂട്ടി, നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഡ്യൂട്ടി നിർവഹിക്കാതെ ഞാനിത് എന്തെങ്കിലും ഒരു ചെറിയ താൽക്കാലികമായ വിരക്തി വന്ന് സന്യസിക്കാൻ പോയി, അവിടെയാകെ സ്വൈര്യം കിട്ടുമോ? ഇല്ല, അവിടെയും തുടങ്ങും പ്രശ്നം. കാരണം ഈ പറയുന്ന സാധനങ്ങളൊക്കെ തന്നെ ആത്യന്തികമായ കർമ്മ ക്ഷയം വന്നാൽ മാത്രം സംഭവിക്കുന്ന ഒരു സാധനം, വാസനാക്ഷയം എന്ന് പറയുന്നത്. വാസനാക്ഷയം, വാസന എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കത് ചെയ്യണം, എനിക്കിത് ചെയ്യണം, എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇങ്ങനെ ചെയ്യണം, എനിക്കത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ എനിക്കത് സമ്പാദിക്കണം, എനിക്കിത് ഉണ്ടാക്കണം, എനിക്ക് മറ്റേത് ചെയ്യണം, എനിക്ക് ഇതില്ലാതെ എങ്ങനെ നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്ന ഇതിൻ്റെ മുകളിലാണ് അല്ലേ? പക്ഷേ ഇനി എനിക്കൊന്നും നേടാനില്ല. യസ്മിൻ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. അതായത് നേടേണ്ടത് എന്താണോ അത് ഞാൻ നേടിക്കഴിഞ്ഞു, ഇനി എനിക്കിതിൽ കൂടുതലായിട്ടൊന്നും നേടാനില്ല എന്നുള്ള ഒരു ആനന്ദാവസ്ഥയുണ്ട്. ആ ആനന്ദാവസ്ഥയാണ് എന്ത്? വിഷ്ണു എന്ന് പറയുന്ന ശരീരം എന്ന് പറയുന്നത്. ആ ആനന്ദാവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാൽ, അപ്പം അതുകൊണ്ട് ആർക്ക് ഭയം ഉണ്ടാവുമല്ലോ അവിടെ? കാരണം മരിക്കുന്നില്ല. മരിക്കെങ്കിലല്ലേ യമന് പേടിയായി ഇദ്ദേഹത്തെ. യമന് പേടിക്കാനുള്ള കാരണം ഇതാണ്. കാരണം എന്താ? മരണഭീതിയുള്ളവനെ തടുക്കാൻ പറ്റുള്ളൂ. മരണഭീതി ഇല്ലാത്തവനെ ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ? നമുക്ക് എത്ര ഉദാഹരണം. പിതാശൃണ്വൻ ബാലപ്രകരമഖിലം സ്തുതിപരം അല്ലേ? ഞാൻ എവിടുന്നാ പറയുന്നത് നിങ്ങൾക്കറിയാം. രുഷാന്ധപ്രാഹൈനം കുലഹതക കസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠ തവച ജഗതാം ചാപി സബലം കൃപാത്മൻ വിശ്വാത്മൻ പരമപുരവാസിൻ മൃഡയമാം. ആരാ പറയണത്? 5 or 6 വയസ്സായ കുട്ടി അല്ലേ? ഒരു കുട്ടി ആരാ സംരക്ഷിക്കുന്നത്? അച്ഛൻ. ഒരു കുട്ടിക്ക് ഏറ്റവും പേടിയില്ലാത്തത് ആരോടാ? അവനവൻ്റെ അച്ഛനോടും അമ്മയോടും. കാരണം അവരെന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ബോധം. ഈ കുട്ടിക്ക് അതുപോലുമില്ല. ആലോചിച്ച് നോക്കൂ. അപ്പം അവനെ പേടിപ്പിക്കാൻ പറ്റുമോ? നിന്നെ ഞാൻ മലയുടെ മുകളിൽ താഴത്തിട്ടങ്ങ് കൊന്നേക്കാം, നിന്നെ ഞാൻ എന്താ പറയുക വിഷം കുടിപ്പിച്ചേക്കാം. ഇതൊന്നും ഈ കുട്ടിക്ക് പേടിയില്ല. കാരണം എന്താ? ഞാൻ മരിക്കുന്നില്ല, കുറച്ചു കഴിഞ്ഞു വിശ്വാസം. അപ്പം മൃത്യുവിന് പോലും പേടിയില്ലാത്ത അവസ്ഥയിലുള്ള ഈ കുട്ടിയാണ് പിന്നെ എന്ത് സംസാരിക്കുന്നത്? പിതാശൃണ്വൻ ബാലപ്രകരമഖിലം അല്ലേ? നമ്മുടെ പ്രഹ്ലാദൻ്റെ കഥയാണ് ഞാൻ പറയണത്. പ്രഹ്ലാദനോട് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെയാടാ ഇത്രയും ധൈര്യം കിട്ടിയത്? എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ പറയാൻ നിനക്ക് എവിടുന്നാടാ ധൈര്യം കിട്ടിയത്? അപ്പം ഈ കുട്ടി എന്താ പറയണത്? രുഷാന്ധപ്രാഹൈനം, അതായത് ക്രോധം കൊണ്ട് കണ്ണ് കാണാതെ ആയിട്ട് ഇവനോട് പറയാണ്, കുലഹതക, ഈ കുലത്തെ മുടിക്കാൻ വന്നവനെ, കസ്തേ ബലമിതി, നീ എന്ത് ബലത്തിലാടാ ഈ സംസാരിക്കുന്നതെന്ന് ചോദിച്ചത്. അപ്പൊ കുട്ടി പറയുന്ന ഉത്തരം എന്താണെന്നറിയോ? ബലം മേ വൈകുണ്ഠ, എൻ്റെ ബലം എവിടെയാണ്? വൈകുണ്ഠത്തിലിരിക്കുന്നു. തവച, അങ്ങേക്കും ബലം അത് തന്നെയാണ്. ജഗതാം ചാപി സബലം, ഈ ലോകത്തിന് മുഴുവൻ ബലം അതാണ്. അതുകൊണ്ട് ഈ ഉറച്ച വിശ്വാസം, ഈ ഉറച്ച എന്താ പറയുക, ഒരു ധൈര്യം, എന്താ ഇതാണ് ധൈര്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവൻ ധീരനായവൻ ആരാണ് ധീരൻ? നെഞ്ചും വിരിച്ച് മറ്റൊരുത്തൻ്റെ മുന്നിലേക്ക് വേറൊരുത്തനെ വെട്ടിക്കൊല്ലാൻ നടക്കുന്നവനാണോ ധീരൻ? വേറൊരുത്തനെ വെട്ടിക്കൊല്ലാൻ നടക്കുന്നതിന് ഒരു ധൈര്യമില്ല. കാരണം അവൻ എപ്പം വേണമെങ്കിൽ കൊല്ലപ്പെടും. കാരണം മറ്റവനെ അവനെ അങ്ങ് കൊന്നേക്കാം അല്ലേ? എനിക്കങ്ങ് കൊന്നേക്കാം എന്ന് വിചാരിക്കുന്നവന് ഒരു ധൈര്യമില്ല. എനിക്ക് കൊല്ലാൻ പറ്റില്ല, ഞാനും മരിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്നവൻ്റെ ധൈര്യം ഒരു കാരണവശാലും മറ്റവന് കിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ ധൈര്യം സമ്പാദിക്കാൻ,
അതാണ് മൃത്യു പോലും ആരുടെ, ഇദ്ദേഹത്തിൻ്റെ അന്തകൻ പോലും യസ്മാത് ന ബിഭേതി. വായുവംബരാഗ്നിക്ഷിതയസ്ത്രിലോകാ ബ്രഹ്മാദയോ ബ്രഹ്മാദികളും അതുപോലെ ഞങ്ങളും ഒക്കെ വളരെ തിരക്കിട്ട് ആരുടെ അടുത്തേക്കാണോ പോകുന്നത്, അതുപോലെ ആരെയാണോ അന്തകൻ പേടിക്കുന്നത്, യാതൊരുവനിൽ നിന്ന് അന്തകൻ പോലും ഭയപ്പെടുന്നുവോ അവൻ ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. വായുവംബരാഗ്നിക്ഷിതയ, വായു, ആകാശം, അഗ്നി, ജലം, ഭൂമി, ഇവയും ത്രിലോകാഹ, 3 ലോകങ്ങളും, ബ്രഹ്മാദയ, ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരും, വയം അല്ലേ, ആകാശം, ഭൂമി, പാതാളം, അന്ന് 3 ലോകം, ത്രിലോകം എന്ന് പറയുന്നത്. വയം യാതൊരു ഞങ്ങളും, ഉദ്വിജന്തഃ ഭീതന്മാരായിട്ട്, യസ്മൈ യാതൊരുവനായിക്കൊണ്ട്, ബലിം വഹാമഹ ബലിയെ സമർപ്പിക്കുന്നുവോ, അസൗ അന്തകഃ ഈ അന്തകൻ, യസ്മാത് ബിഭേതി യാതൊരുവനിൽ നിന്ന് ഭയപ്പെടുന്നുവോ, തതഃ അവനിൽ നിന്ന്, നഹ ഞങ്ങൾക്ക്, അരണം അസ്തു രക്ഷ ഭവിക്കട്ടെ. വായുവംബരാഗ്നിക്ഷിതയസ്ത്രിലോകാ ബ്രഹ്മാദയോ വയമുദ്വിജന്ത വഹാമയസ്മൈ ബലിമന്തകോസൗ ബിഭേദി യസ്മാദരണം തതോ നഃ. അടുത്ത ശ്ലോകം നോക്കൂ. അവിസ്മിതം തം പരിപൂർണകാമം സ്വേനൈവ ലാഭേന സമം പ്രശാന്തം വിനോപസർപ്പത്യപരം ഹി ബാലിശ ശ്വലാങ്കുലേനാതിതിതർത്തി സിന്ധും. അവിസ്മിതം തം പരിപൂർണകാമം സ്വേനൈവ ലാഭേന സമം പ്രശാന്തം വിനോപസർപ്പത്യപരം ഹി ബാലിശ ശ്വലാങ്കുലേനാതിതിതർത്തി സിന്ധും. അങ്ങനെയാണ് പദച്ഛേദം. അവിസ്മിതം തം പരിപൂർണകാമം സ്വേന ഏവ ലാഭേന സമം പ്രശാന്തം വിനാ ഉപസർപ്പത്യപരം ഹി ബാലിശഃ ശ്വലാങ്കുലേന അതിതിതർത്തി സിന്ധും. അങ്ങനെയാണ് പദച്ഛേദം. അപ്പം ഒന്നും കൂടി. അവിസ്മിതം തം പരിപൂർണകാമം സ്വേന ഏവ ലാഭേന സമം പ്രശാന്തം വിനാ ഉപസർപ്പതി അപരം ഹി ബാലിശഃ ശ്വലാങ്കുലേന അതിതിതർത്തി സിന്ധും. ഇപ്പം എങ്ങനെയാണ് ഇതിനെ അർത്ഥം പറയണത് നോക്കാം. അവിസ്മിതം വിസ്മയത്തോട് കൂടാത്തവനും, സ്വേന ലാഭേന ഏവ അതായത് സ്വന്തം ലാഭത്താൽ തന്നെ, എന്ന് വെച്ചാൽ സ്വയം കണ്ടെത്തുക, സ്വന്തം ആത്മാനം അവഗച്ഛതി എന്നുള്ള അവസ്ഥ. സ്വലാഭേന സ്വലാഭത്താൽ തന്നെ, പരിപൂർണകാമം ഒരാളുടെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. അതായത് ആത്മാവിനെ കണ്ടെത്തിയാൽ അവൻ എന്തായി, കാമം മുഴുവൻ അവൻ സാധിച്ചു, ഇനിയൊന്നും നേടാനില്ല. അതാണ് പരിപൂർണകാമം. സമം, അപ്പം എന്താ ഉണ്ടാവുക, സമനായി അയാൾ. പിന്നെ അയാൾക്ക് ഭേദങ്ങളില്ല. ഒരു ശത്രു അയാളെ കൊല്ലാൻ വരുമ്പോഴും അയാൾ എന്ത് വിചാരിക്കും, ഇത് ഞാൻ തന്നെയാണ് ഈ വരുന്നത്. പിന്നെ അവനെ പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്, അതവൻ്റെ ശരീരത്തിൻ്റെ അല്ലേ, കർമ്മഫലത്തിൻ്റെ വാസനാബലത്തിൻ്റെ സംഭവത്തിൽ അവൻ ശരീരവും കൊണ്ട് എൻ്റെ നേരെ വരികയാണ്. വരുന്നത് ആരാണ്, ഞാൻ തന്നെയാണ്. അപ്പം അവനോട് ആർക്കും വിരോധമില്ല, ഈ വരുന്നവന് വിരോധമില്ല. അതാണ് ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം എന്ന് പറഞ്ഞത്. അതായത് നോക്കൂ, അത് വരാം, അങ്ങോട്ട് വരാം. എന്താണ് അവിസ്മിതം എന്ന് വെച്ചാൽ വിസ്മയത്തോട് കൂടാത്തവനും, സ്വേന ലാഭേന ഏവ സ്വലാഭത്താൽ തന്നെ, പരിപൂർണ കാമം പരിപൂർണമായ കാമത്തോടു കൂടിയവനും, സമം എന്ന് പറഞ്ഞാൽ പക്ഷപാതമില്ല. എൻ്റെ ആളും വേറൊരാളുടെ ആളും ഇല്ല. എൻ്റെ മകനും എൻ്റെ ബന്ധുക്കളും അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിൽക്കുന്നവനും വേറൊരാളുടെ ഭാഗത്ത് നിൽക്കുന്നവനും എന്നില്ല. ഈ ഭേദം അയാൾക്ക്
നശിച്ചിരിക്കുന്നു. അപ്പോൾ അതാണ് സമം, പക്ഷപാതരഹിതം, പ്രശാന്തം. വളരെ പ്രകൃഷ്ടമായ ശാന്തിയാണ് അയാൾക്ക്. നമുക്കുള്ള ശാന്തിയല്ല. നമുക്ക് ശാന്തി കിട്ടി നമ്മൾ ഉറങ്ങിപ്പോവും അല്ലേ? അതാണ് നമ്മുടെ ശാന്തി. മറ്റേത് ആ ശാന്തിയല്ല. ആ ശാന്തിക്ക് ഒരിക്കലും ഒരിക്കലും ഒന്നിനും തടസ്സപ്പെടുത്താൻ സാധിക്കാത്ത ഒരു ശാന്തി. ആ ശാന്തി കിട്ടിയാൽ പിന്നെ നമുക്കൊന്നും കിട്ടാനില്ല. എന്താ കാരണം? അയാളുടെ ഒരു അവസ്ഥാവിശേഷം വ്യത്യസ്തമാണ്. അപ്പോൾ ആ പ്രശാന്തം. പിന്നെ എന്താണ്? തം വിന അല്ലേ? പ്രശാന്തം. പിന്നെ തം വിന, അവനെ ഒഴിച്ചിട്ട്, അപരം അന്യനെ യഹ ഉപസർപ്പതി. അതായത് ഇങ്ങനെയൊക്കെ പ്രശാന്തനായിട്ടിരിക്കുന്ന അദ്ദേഹത്തെ അല്ലേ ശരണം പ്രാപിക്കേണ്ടത്? അല്ലേ? ആരാ നമ്മുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത്? ഈ ലോകത്തിൽ ഞാൻ എന്ന് പറയുന്ന അംശത്തെ സാക്ഷാത്കരിച്ചവനാണ് യഥാർത്ഥ ഗുരുനാഥൻ. ഭാരതീയ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു വിദ്യയെ പ്രാപിക്കുക. നിങ്ങൾ എന്ത് പഠിച്ചോ? കെമിസ്ട്രി പഠിച്ചോ, ഫിസിക്സ് പഠിച്ചോ, ബയോളജി പഠിച്ചോ, മാത്തമാറ്റിക്സ് പഠിച്ചോ, പഴയ പുസ്തകങ്ങൾ, ഈ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും നിലവിലുണ്ട് സംസ്കൃതത്തിൽ. ഇതൊന്നും ഒന്നിനും കൊള്ളില്ല എന്നാക്കി നമ്മുടെ വിദ്യാഭ്യാസം ഒരു കാലഘട്ടം മുതൽ. അതായത് നമ്മുടെ ഭാഷയോടോ നമ്മുടെ സംസ്കാരത്തോടോ നമുക്ക് സ്നേഹമില്ലാത്തവരായി നമ്മളെ പഠിപ്പിച്ചു വെച്ചു. ആരാണ്? ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട്. കാരണം എന്താ? അങ്ങനെ പഠിപ്പിച്ചാലേ നമ്മളെ അവരുടെ വരുതി കിട്ടുള്ളൂ. നമ്മൾ മലയാളം പറയുന്നതിനേക്കാളും ബഹുമാനിച്ചു തുടങ്ങി എന്തിനെ? ഇംഗ്ലീഷിനെ. അല്ലേ? എന്ത് സുഖ ഭാഷയ്ക്കുള്ളത്? ഒരു സുഖമില്ല. ഞാനൊരിക്കലും ഭാഷയെ കുറ്റം പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ ഭാഷാ പക്ഷഭേദം ഉണ്ടായിട്ട് പറയല്ല. പക്ഷേ മലയാളമായിക്കോട്ടെ സംസ്കൃതമായിക്കോട്ടെ അതിനുള്ള ഒരു പ്രത്യേകത. ഇപ്പം ഞാനൊരു ഏറ്റവും നല്ല ഉദാഹരണം പറയാം. രാമ കിൽഡ് രാവണ അല്ലേ? രാവണ കിൽഡ് രാമ എന്ന് പറഞ്ഞാലോ? പൊസിഷൻ ഓഫ് ദി വേർഡ് ഡിറ്റർമിൻസ് ദ മീനിങ് ഓഫ് ദി സെൻറ്റൻസ് അല്ലേ? നേരെ മറിച്ച് സംസ്കൃതത്തിൽ രാമ രാവണം ജഘാന, അല്ലെങ്കിൽ പോട്ടെ, രാമൻ രാവണനെ കൊന്നു, കൊന്നു രാമൻ രാവണനെ, രാവണനെ കൊന്നു രാമൻ. നിങ്ങൾ എങ്ങനെ തിരിച്ചിട്ടോ അർത്ഥവ്യത്യാസം വരുമോ? ഇല്ല. അതായത് പ്രകൃതി പ്രത്യയങ്ങൾ അത്രയേറെ അതിനുള്ളിലേക്ക് ലയിച്ചിരിക്കുന്നു. മാത്രമല്ല, ഒരു സംസ്കൃതം എന്ന് പറയുന്ന ഭാഷ പഠിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അതാണ്. ഈ സാധനം കണ്ടല്ലോ, ഹൃദയത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കും. അതായത് സംസ്കൃതം ശരിയായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു മനുഷ്യന് ഇത് പിന്നെ അവൻ വായിക്കുന്നത് നമ്മൾ മറ്റേ ഇത് ഉൾക്കൊള്ളുന്ന പോലെ. മലയാളം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ, ഞാൻ നേരത്തെ ഓട്ടൂരിനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഈ വായിക്കുന്നതിനേക്കാളും മനസ്സിലായിണ്ടാവും. എന്താ കാരണം? ഇല്ലേ? മനസ്സിലാവുന്നില്ലേ? ഞാൻ ആലോചിച്ചോളൂ. ഞാൻ പറയുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെന്തുകൊണ്ടാണ്? ആ ഭാഷ നമുക്ക് ഹൃദിസ്ഥമാണ്. അതുപോലെ അതിനേക്കാളും ആഴമുള്ള, അതായത് നമ്മുടെ ചിന്തയുടെ ആഴം എത്രത്തോളം ആഴമുണ്ടോ നമ്മുടെ ചിന്തയ്ക്ക്, ആ ചിന്തയുടെ ആഴത്തെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഉപകരണമാണ് ഭാരതീയർ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സംസ്കൃതം പഠിക്കുന്നവനെ കണ്ടാൽ നീ എന്തിനാണ് അതിന് പോയത്? നിനക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ പഠിക്കാൻ? ഇതാ ചോദിക്കുക. സത്യമായിട്ടും ചോദിക്കുന്ന ഒരു സംസ്കൃതം പഠിച്ചുകൊണ്ടൊന്നും ആർക്കും ജോലി കിട്ടാണ്ടാവില്ല കേട്ടോ. അതും ഞാൻ പറയാം. ഇതിപ്പോൾ ഞാനൊരു സംസ്കൃത അധ്യാപിക ആയതുകൊണ്ട് പറയണതല്ല. ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഇച്ഛാശക്തിയാണ് ജോലി ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ എന്ത് പഠിച്ചോ ജോലി ഉണ്ടായിരിക്കും. ഇച്ഛാശക്തിയാണ് ജോലി ഉണ്ടാക്കുന്നത്. അത് പോട്ടെ, വിഷയം മാറിപ്പോണ്ട, അത് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ ഈ ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയുടെ പ്രത്യേകതകൾ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിത് പഠിക്കുമ്പോഴാണ് ഇത് എന്താ പറയുക, നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ഹൃദയത്തിലേക്ക് ഇതിങ്ങോട്ട് ഊർന്നിറങ്ങുന്നത്. അതുകൊണ്ട് പറഞ്ഞു പോയത്. അപ്പോൾ എന്താണ് അവിസ്മിതം എന്ന് വെച്ചാൽ വിസ്മയത്തോടു കൂടിയവനും സ്വേന ലാഭേന, സ്വലാഭത്താൽ തന്നെ പരിപൂർണകാമം, പരിപൂർണനായ കാമത്തോടു കൂടിയവനും, സമം പക്ഷപാതരഹിതനും, പ്രശാന്തം എന്ന് വെച്ചാൽ പ്രകർഷേണ ശാന്തനും ആയിട്ടുള്ള തം വിന, അവനെ ഒഴിച്ചിട്ട്, അപരം മറ്റൊരു, അതായത് ഇങ്ങനെ ഒരു പ്രശാന്ത മനസ്സായിട്ടുള്ള ഒരാളെ ഒഴിവാക്കി, അയാളെ സ്തുതിക്കുന്നില്ല, അയാളോട് യാതൊരു വികാരവും ഇല്ല, അവനെയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ആരുടെ പിന്നാലെയാണ് പോകേണ്ടത്? നമുക്ക് ഏറ്റവും കൂടുതൽ ആർക്ക് കൈക്കൂലി കൊടുത്താലാണോ നമുക്ക് ഏറ്റവും കൂടുതൽ വലിയ പൊസിഷനിലെത്താൻ സാധിക്കുക, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നത് ഒരു നല്ല പൊസിഷനിലാണെങ്കിൽ അതിനെ മാക്സിമം കലുഷിതമാക്കി അതിനാർക്കൊക്കെ ആനുകൂല്യങ്ങളും സംഭവങ്ങളും ചെയ്തു കൊടുത്താലാണോ എനിക്ക് അതിനേക്കാളും വലിയൊരു പൊസിഷനിലേക്ക് കയറാൻ സാധിക്കുന്നത്, അത് മുഴുവൻ ചെയ്തു കൊടുത്തുകൊണ്ട്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ സ്ഥിരം കാണുന്നൊരു സംഭവം. അതാണ് അവൻ ഒരിക്കലും ആരല്ല എന്നറിയോ? ധീരനല്ല.
ധീരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ധിയം രാതി, ധിയം ഈരയതി എന്നൊക്കെയാണ് അർത്ഥം. ബുദ്ധിയെ കൊടുക്കുന്നവൻ. എന്താണ് ധീരൻ്റെ വ്യത്യാസം? ധീരൻ ഒരിക്കലും എന്താ അവനവൻ്റെ ന്യായാത്പഥ പ്രവിചലന്തി പദം ന ധീരാഹ എന്നാണ്. അല്പം പോലും ന്യായമായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ സാധിക്കാത്തവനെയാണ് നമ്മൾ ധീരൻ എന്ന് പറയുന്നത്. അത് ആ ധീരത എവിടെ നിന്നുണ്ടാകുന്നത്? അതായത് ഒരിക്കലും അത് അവനവൻ്റെ പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ അങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ട് ഒന്നും ഉണ്ടാകുന്നതല്ല. മറിച്ച് ആത്മബലം എന്ന് പറയുന്ന ഒരു നാലാമത്തെ ശക്തിയെ നമ്മുടെ പാരമ്പര്യം നമ്മളോട് ഉദ്ഘോഷിക്കുന്നു. അങ്ങനെയുള്ള ധീരന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? പ്രശാന്തി ഉണ്ടാവുള്ളൂ. എന്താ കാരണം? ഞാൻ എൻ്റെ ജീവിതത്തിൽ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ ആരെ പേടിക്കണം? അവൻ എന്തോ ഉണ്ടാക്കി കൊണ്ടുവന്നോട്ടെ. അതാണ് ആ ധീരത. അതിനാണ് ധീരത എന്ന് പറയുക. അപ്പം ധീരത, ആ ഒരു ധീരതയുള്ളവൻ എന്തുണ്ടാവും? മനസ്സിന് ശാന്തി ഉണ്ടായിരിക്കും, സ്വസ്ഥത ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള പ്രശാന്തനെ ഉപേക്ഷിച്ചിട്ട് അങ്ങനെയുള്ള ഒരാൾ പറയണതൊന്നും കേൾക്കാതെ നമ്മൾ ആരുടെ പിന്നാലെയാണ് പാടുന്നത്? യഹ ഉപസർപ്പതി, യാതൊരുവൻ തം വിന, അവനെ ഒഴിവാക്കിയിട്ട് യഹ ഉപസർപ്പതി, യാതൊരുവൻ ശരണം പ്രാപിക്കുന്നു. അതായത് പ്രശാന്ത മനസ്സായിട്ടുള്ള ഒരാളെ ഒഴിവാക്കിയിട്ട് വേറൊരാളെ പോയി ശരണം പ്രാപിക്കുക. യഹ ഉപസർപ്പതി, അധികാര കേന്ദ്രങ്ങളെയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഇതിനെയൊക്കെയോ ശരണം പ്രാപിക്കുന്നവൻ സഹ ബാലിശ, അവൻ ആരാണ്? ബുദ്ധിഹീനനാണ്. സഹ ബാലിശ, ബുദ്ധിഹീനനാണ്. പിന്നെയോ ഏതുപോലെയാണ് അവൻ്റെ സ്ഥിതി എന്നറിയോ? ശ്വലാങ്കുലേന സിന്ധും അതിതിതർത്തി. അതായത് നായയുടെ വാലിൻ്റെ മുകളിൽ പിടിക്കുക. എവിടെ? കടലിൽ. യാതൊരു രക്ഷയില്ല. അവൻ കടലിൽ ചാടി, കടലിനകത്ത് ചാടി. പക്ഷേ കടലിനകത്ത് നിന്ന് അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിനെന്തിനാണ് അവൻ ആശ്രയിക്കുന്നത്? നായയുടെ വാല്. നായയുടെ വാലിൻ്റെ മുകളിൽ പിടിച്ചിട്ട് കടൽ കടക്കാൻ കടലിനെ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെ പോലെയാണ് അവൻ്റെ സ്ഥിതി എന്നാണ്. എന്തൊരു ഉപമയാണ് നോക്കിയേ, മനോഹരമായ ഒരു ഉപമയാണ്. അതായത് കടൽ എന്ന് പറഞ്ഞാൽ എന്തൊരു അഗാധമാണ്. അഗാധമായ ഈ സാധനത്തെ നായ ഇവനെപ്പോലെ തന്നെ മുങ്ങിച്ചാവും അല്ലേ? ഇവനെങ്ങനെ മുങ്ങിച്ചാവുന്നു അതുപോലെ നായയും ചാവും. അപ്പോൾ ഈ ചാവാൻ പോകുന്ന നായയുടെ വാലിൻ്റെ മുകളിൽ പിടിച്ചിട്ട് ഇവൻ പോകുന്നു എന്നാണ്. എത്ര മനോഹരമായിട്ടാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. അതായത് ഈ ഒരു അവസ്ഥാവിശേഷത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് പരിപൂർണ കാമനാണ് അയാൾ. തന്നെയല്ല, പക്ഷപാതരഹിതനാണ് അയാൾ. നേരത്തെ പറഞ്ഞ പോലെ എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം. അത് തന്നെ. അതായത് മേൽപ്പത്തൂർ ഇതിനെ വേറൊരു തരത്തിൽ പറയും. നോ തിരിയഞ്ചം ന മർത്യം ന ചസുരമസുരം ന സ്ത്രിയം നോ പുമാംസം ന ദ്രവ്യം കർമ്മജാതിം ഗുണമപി സദസദ്വാപി തേ രൂപമാഹു ശിഷ്ടം യത്സ്യാൻ നിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തിതസ്തത് കൃച്ഛ്രേണാവേദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? നോ തിര്യഞ്ചം. ഇത് തിര്യക്കുകളാണോ? പക്ഷിമൃഗാദികളാണോ? അല്ല. പക്ഷിമൃഗാദികളാണോ ഭഗവാൻ? അല്ല. ന മർത്യം, ന മനുഷ്യനാണോ ഭഗവാൻ? അല്ല. ന ച സുരം, ദേവനാണോ ഭഗവാൻ? അല്ല. അസുരനാണോ ഭഗവാൻ? അല്ല. ന ച സുരമസുരം ന സ്ത്രീയം, ന പോട്ടെ സ്ത്രീയാണോ ഭഗവാൻ? അല്ല. നോ പുമാംസം, പുരുഷനാണോ ഭഗവാൻ? ന ദ്രവ്യം, ലോകത്തിലുള്ള എന്തെങ്കിലും ദ്രവ്യ വസ്തുവാണോ ഭഗവാൻ? കർമ്മമാണോ ഭഗവാൻ? ജാതിയാണോ ഭഗവാൻ? ഇതൊന്നുമല്ല ഭഗവാൻ. ഗുണമാണോ ഭഗവാൻ? സത്തും അസത്തുമായ എന്തെങ്കിലുമാണോ ഭഗവാൻ? സദസദ്വാപിതേ രൂപമാഹു. ഇതൊന്നുമല്ല. എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ ഇതൊന്നുമല്ല. നേതി എന്നൊരു സിദ്ധാന്തമുണ്ട് വേദാന്തത്തിൽ. ഇതൊന്നുമല്ല ഭഗവാൻ. ഇതിനെയൊക്കെ അങ്ങനെ നിരീക്ഷിച്ചിട്ട് ഇതിനെ ഇതായി നിലനിർത്തുന്ന എന്താണെന്ന് ആലോചിച്ച് ശിഷ്ടം യത്സ്യാൻ നിഷേധേ സതി, ഇതിനെയൊക്കെ അങ്ങോട്ട് നിഷേധിക്കുക. ഈ ലോകത്ത് കാണുന്ന സകല വസ്തുക്കളെയും നിഷേധിച്ചുകൊണ്ട്
ശിഷ്ടം അവശേഷിക്കുന്നത് എന്താണോ അതിനെ അതായി പ്രവർത്തിപ്പിക്കുന്ന, അതിനെ അതായി മാറ്റുന്ന ഒരു ശക്തിവിശേഷമുണ്ട് അതിൻ്റെ ഒക്കെ ഉള്ളിൽ. അതെന്താണ്? ശിഷ്ടം യത്സ്യാൻ നിഷേധേ സതി. അതാണ് എന്ത് പറയുന്നത്? നിഗമശതൈർലക്ഷണാവൃത്തിതസ്തത്. നിഗമശതൈഹി, അതായത് വേദങ്ങൾ ആയിരക്കണക്കിന് വേദവാക്യങ്ങളെ കൊണ്ട് അഹം ബ്രഹ്മാസ്മി, തത്വമസി, അല്ലെ അയമാത്മാ ബ്രഹ്മ, ഇങ്ങനെ തുടങ്ങി 10,000കണക്കിന് വാക്യങ്ങളെ കൊണ്ട് ശിഷ്ടം യത്സ്യാൻ നിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തിതസ്തത് കൃച്ഛ്രേണാവേദ്യമാനം, വളരെ പണിപ്പെട്ട് മാത്രം മനസ്സിലാക്കിപ്പിക്കാൻ സാധിക്കുന്ന പരമസുഖമയം ഭാതി, പരമാനന്ദമായിട്ട്. അതെന്താണ് എന്ന് ചോദിച്ചാൽ ആനന്ദം മാത്രമാണ്. അതായത് ഓട്ടൂർ പറയുന്ന പോലെ കുന്നില്ല കുണ്ടില്ല കുളങ്ങളില്ല എല്ലാം ചിദാനന്ദ ഭവാംബുരാശി മുക്കിക്കളഞ്ഞിട്ടു മുടിഞ്ഞുപോയി എന്ന് പറയും. അതായത് എല്ലാം ചിദാനന്ദ ഭവാംബുരാശി മുക്കിക്കളഞ്ഞിട്ട് മുടിഞ്ഞുപോയി. ഇത് തന്നെ സാധനം. ശിഷ്ടം യത്സ്യാൻ നിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തിതസ്തത് കൃച്ഛ്രേണാവേദ്യമാനം, വളരെ പണിപ്പെട്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. അവൻ്റെ ബോധം എന്താണ് എന്ന് ചോദിച്ചാൽ അഹം നിർവികൽപ്പോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തിക്ക് പിന്നിൽ ആ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളായിട്ട് നിലനിർത്തുന്ന ഒരു ചൈതന്യ വിശേഷം, അതെന്താണോ അതാണ് ഞാൻ എന്നയാൾ മനസ്സിലാക്കി കഴിയും. അയാൾക്ക് അയാളുടെ ഹൃദയത്തിനുള്ളിൽ അനുഭവിക്കുന്ന അസാധ്യമായ ഒരു ശാന്തിയുണ്ട്. അങ്ങനെയുള്ള പ്രശാന്ത മനസ്സായിരിക്കുന്ന ആളുകളെ സമീപിക്കുമ്പോൾ, അവരടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും ഒരു അനിതര സാധാരണമായ ശാന്തിയും സമാധാനവും അവരുടെ അടുത്ത് നിന്ന് നമുക്ക് സ്ഥിരമായി അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവനാണ് ഗുരുനാഥൻ. ആ ഗുരുനാഥനെ നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. കാരണം എന്നിലുള്ള ഈ ചൈതന്യ വിശേഷത്തെ മനസ്സിലാക്കിപ്പിക്കാൻ മറ്റൊരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ അയാൾ ആ ചൈതന്യ വിശേഷത്തെ സാക്ഷാത്കരിച്ചിരിക്കണം. ആ ചൈതന്യ സാക്ഷാത്കാരം ഉള്ളവനാണ് ശരിയായ ഗുരുനാഥൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണോ ഇനി മനസ്സിലാക്കാൻ ബാക്കിയില്ലാത്തത്, ആ ഒരു ആത്മാവിനെ വിട്ടിട്ട് മറ്റൊന്നിലേക്ക്, അതായത് വേറെ ഒരു സാധാരണക്കാരനിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന സാധാരണ ഭൂമിയിൽ നമ്മളെ നിലനിർത്തുന്ന വസ്തുക്കളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നവനെ ആശ്രയിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ നായയുടെ വാലിൻ്റെ മുകളിൽ പിടിച്ചിട്ട് സിന്ധുവിനെ കടക്കാൻ, ഈ കടലിനെ കടക്കാൻ ശ്രമിക്കുന്നവനെ പോലെയാണ് എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അപ്പം ഒന്നുകൂടി വായിക്കൂ. അവിസ്മിതം തം പരിപൂർണ കാമം സ്വേനൈവ ലാഭേന സമം പ്രശാന്തം വിനോപസർപ്പത്യപരം ഹി ബാലിശ ശ്വലാംഗുലേനാതിഥിതർത്തി സിന്ധും.